മാരുതി വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ കീ സുപരിചിതകരം. പക്ഷേ ഈ കീയിലൊരു 3 ഫങ്ഷൻസ് ഉണ്ട്. പല ആൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഈ കീയിൽ 2 ബട്ടൺസ് ആണ് വരിക. ഒന്ന് ലോക്ക് ബട്ടന്, ഒന്ന് അൺലോക്ക് ബട്ടന്. സാധാരണ വാഹനം ലോക്ക് ചെയ്യാനും അതേപോലെ അൺലോക്ക് ചെയ്യാനും. പിന്നെ അതിന്റെ വേറെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം വലിയൊരു പാർക്കിങ്ങിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ 2 കീയും ഒരു ലോങ് പ്രസ് ചെയ്യാം. ജസ്റ്റ് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, അലാം ഓൺ ആവും. മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒരു മരണ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോക്കും അൺലോക്കും ചെയ്യുമ്പോൾ ഈ സൗണ്ട് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ എന്ത് ചെയ്യാം, ഈ 2 ബട്ടൺ ലോക്ക് അൺലോക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിടുക, എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം, വാഹന സൗണ്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തിടുക, അൺലോക്ക് ചെയ്യാം, സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയുണ്ട്? അപ്പൊ അത് അറിയാത്ത ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനങ്ങളിൽ ഈ ഒരു ടൈപ്പ് കീ ആണ് വരുന്നത്. ഈ ഒരു കീയിലും ഈ സെയിം ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇതിലും ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഈ സെയിം ഫംഗ്ഷൻ ഈ കീയിലും അവൈലബിൾ ആണ്.